ആര്യൻ പുറത്തായി. അത്തരത്തിലുള്ളൊരു വാർത്ത നമുക്കതിലേക്ക് വരാം. ഇപ്പോൾ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ്. ലാലേട്ടൻ ലൈവിലാണ് ഇത്തവണത്തെ വീക്കെൻഡ് എപ്പിസോഡ് ചെയ്യുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ലൈവിൽ വന്ന ലാലേട്ടൻ ആദ്യം തന്നെ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നത് അനുമോളെടുത്തും ജിസൈലിൻ്റെ കാരണം ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്കൊക്കെ നീങ്ങിയ ഒരു സംഭവം, അതായത് അനുമോൾ ജിസൈലിൻ്റെ ചുണ്ടത്തേക്ക് കൈകൊണ്ട് പോയതും ജിസൈൽ അനുമോളെ പിടിച്ച് തള്ളിയതും, ഇത് രണ്ടുമാണ് ലാലേട്ടൻ കൃത്യമായിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്, ഒരു നല്ല പണിഷ്മെൻറ്റ് ആവശ്യമാണ് എന്നാണ് ലാലേട്ടൻ പറയുന്നത്. ലാലേട്ടൻ ഒരു കോംപ്രമൈസിനും തയ്യാറാകുന്നില്ല. അത്രയും കലിപ്പിലാണ് ലാലേട്ടനെ ആ പ്രൊമോയിൽ കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലയിടത്ത് വരുന്നുണ്ട് ആര്യൻ പുറത്തായി, ചിലർ പറയുന്നു രേണു സുധി ആണ് പുറത്തായത് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അത് ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും കൺഫേംഡ് അല്ല. കാരണം പുറത്താവാനുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ആര്യൻ പുറത്താവാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ആഴ്ച എനിക്ക് തോന്നുന്നു പുറത്താവാനുള്ള സാധ്യത കൂടിയ മത്സരാർത്ഥി ഒനിയനാണെന്ന് തോന്നുന്നു. രേണുസുധിക്കും അത്യാവശ്യം വോട്ടൊക്കെ കിട്ടി രേണുസുധി അവിടെ തുടരാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അഭിലാഷും അതേപോലെ തന്നെ ബിന്നിയും ഒക്കെ അവിടെ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ആര്യനും ഒക്കെ അവിടെ ഒരു അത്യാവശ്യം കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്, അവിടെ തുടരും എന്ന് തന്നെയാണ് നമ്മുടെ വിചാരിക്കുന്നത്. എന്തായാലും അടുത്ത പ്രൊമോയിൽ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ എപ്പിസോഡിൽ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് സംസാരിക്കാം. അതുവരെ അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ വരാം.